വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും സന്തോഷമായിട്ട് തന്നെ ഇരിക്കുക, ഹാപ്പി ആയിട്ട് ഇരിക്കുക. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നാടൻ മാങ്ങ അച്ചാറാണ്. നാടൻ മാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ ഒരു കാരണമുണ്ട്. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് മാങ്ങയൊന്നും മാർക്കറ്റിൽ വരാൻ തുടങ്ങിയിട്ടില്ല. ഇവിടെ ഞങ്ങളുടെ ബിൽഡിങ്ങിന്റെ താഴെയിൽ നിന്ന് കുറച്ച് ഒരു മാവ് ഉണ്ടായിരുന്നു. ഒരു മാവല്ല, 2-3 മാവ് ഉണ്ടായാലും ഒരു മാവിൽ നല്ലപോലെ മാങ്ങ പിടിച്ചു. അതിൽ കുറച്ച് മാങ്ങ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്നലെ ഞാനൊരു മാംഗോ ജ്യൂസ് ഇട്ടിട്ടുണ്ട്, പച്ചമാങ്ങ ജ്യൂസ്. അത് എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ബാക്കി മാങ്ങ ഒരു 6 മാങ്ങയുണ്ട്. അതുകൊണ്ട് ഇന്ന് ഞാനൊരു അച്ചാർ തയ്യാറാക്കാൻ പോകുന്നു, ഒരു നാടൻ മാങ്ങ അച്ചാർ. അത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഇതൊന്ന് കട്ട് ചെയ്ത് കൊണ്ടുവരട്ടെ. മാങ്ങ ഞാൻ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനവിടെ ഇത്രച്ച പീസായിട്ടാണ് കട്ട് ചെയ്തത്. ഇതിൽ ചെറുതായിട്ട് കട്ട് ചെയ്യുന്നവരുകൊണ്ട് ഇതിലും വലുതായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ കട്ട് ചെയ്തത് ഇത്രയും വേണ്ട. ഇതിനകത്തൊരു മാങ്ങ പറിച്ചപ്പോൾ തറയെ വീണ് പൊട്ടലുണ്ടായിരുന്നു. അതിന് ഇത്തിരി കളർ മങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമുക്ക് അച്ചാർ റെഡിയാക്കാനായിട്ട് ചട്ടി അടുപ്പേ വെച്ചിട്ടുണ്ട്. ഗ്യാസും കത്തിച്ച് ചട്ടി ചൂടാവട്ടെ. വേണ്ട, നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. നാടൻ എള്ളെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നാടൻ എള്ളെണ്ണയാകുമ്പം അച്ചാറിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. അച്ചാർ ചീത്തയാകത്തുമില്ല, നല്ല ടേസ്റ്റ്. 1 കപ്പ് എള്ളെണ്ണ ഒഴിച്ചിട്ട് ചൂടാവും. എൻ്റെ എണ്ണ ചൂടായിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കടുകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ കടുക്. പല രീതിയിലുള്ള അച്ചാറുകളുണ്ട്. കടുക് പിന്നെ പൊടിച്ച് ചേർക്കുന്നവരുണ്ട്, കടുക് പൊട്ടിച്ച് ചേർക്കുന്നവർ. പല സൈസ് അച്ചാറുകൾ ഞാൻ കാണിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഒരു നാടൻ അച്ചാറാണ്. വേറെ കുറേ സൈസ് അച്ചാറുകൾ കാണിക്കുന്നുണ്ട്. ലോക്ക്ഡൗണൊക്കെ ഒന്ന് കഴിയട്ടെ. കടുക് പൊട്ടി തീർന്നിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, 1 പച്ചമുളക് കട്ട് ചെയ്ത്, ഇത്രയും വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കാം. ഞാൻ ഇത്ര എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഇത്രയും മതി. ഇഞ്ചി ഇത് ഞാൻ കുറച്ച് കൂടുതൽ വേണ്ട. ഇഞ്ചി ഇത്ര ഇഞ്ചി എടുത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ മൂത്തിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ആക്കിയിട്ടേ പൊടികൾ ഇടാവും. വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ മൂത്തിട്ടുണ്ട്. ഇനി ഗ്യാസ് ഞാൻ ഓഫാക്കി. ഇനി ഇതിൽ കുറച്ച് ചൂടാറിയതിന് ശേഷം പൊടികളെല്ലാം ഇടാം, അല്ലെങ്കിൽ പൊടി കരിക്കും. എണ്ണയ്ക്ക് കുറച്ച് ചൂടുണ്ട്. ഞാൻ അതിലേക്ക് മുളക് പൊടി ഇടുക. ഒരു 5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടും. ചെറിയ ചൂടോടെ ഇടാവുള്ളൂ, മുളക് പൊടി കരിഞ്ഞു. 2, 3, 4, 5. ഞാൻ 5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവ് എത്ര വേണോ അതനുസരിച്ച് ഇട്ടാൽ മതി. കൂടുതൽ ഇടുന്നതുകൊണ്ട് കുറച്ചിടുന്നതുകൊണ്ട്. 1 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1 ടീസ്പൂൺ കായപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടിയൊക്കെ അവരവരുടെ ആവശ്യത്തിന് ഇട്ടാൽ മതി. ചിലർ മഞ്ഞൾപ്പൊടിയൊന്നും ഇഷ്ടമില്ലാത്തവർ കാണും. എന്നാലും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട അച്ചാറിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഒക്കെ വരും. ഉപ്പ് 1 ടേബിൾ സ്പൂൺ, 2, 3, 4 ടേബിൾ സ്പൂൺ. ഉപ്പ് ആവശ്യത്തിന് ഇടാം. കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടെ ഇട്ടാൽ മതി. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കാം. ഈ ചെറിയ ചൂടിലിരിക്കുന്ന എണ്ണയ്ക്കകത്തിട്ടൊന്ന് മിക്സ് ആക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മാങ്ങ മാങ്ങ ഇത് ഉപ്പൊക്കെ പുരട്ടി ഒരു ദിവസം വെച്ചേക്കുന്നവരുണ്ട്.
അന്നേരം അതിൽ വെള്ളം ഊറി ഇറങ്ങും. പിന്നെ 1 മണിക്കൂറെങ്കിലും വെക്കുന്നവരുണ്ട്. ഞാനിതൊന്നും ചെയ്യുന്നില്ല, ഡയറക്റ്റ് അങ്ങ് ഇട്ടേരും. ഇനി ഇത് എല്ലാം കൂടെ മിക്സാക്കി വെച്ചിരുന്ന് കോരി വെക്കുമ്പോൾ ചൂടാറുമ്പോൾ കോരി വെച്ചാൽ നല്ലപോലെ വെള്ളമൊക്കെ മാവി മാങ്ങയുടെ വെള്ളമൊക്കെ ഇറങ്ങി ഉപ്പൊക്കെ പിടിച്ച് മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കും. ഇതിലൊരു തുള്ളി വെള്ളം പോലും ഞാൻ ഒഴിക്കുന്നില്ല. ഇത് കുറച്ച് ദിവസം കഴിഞ്ഞേ എടുക്കാനൊക്കത്തോട്. ഒരു 15 ദിവസമെങ്കിലും കഴിയണം. പിന്നെ പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന അച്ചാറൊക്കെ ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. വിനാഗിരി ഒന്നും ചേർക്കാത്ത അച്ചാറാണ്. വിനാഗിരി ചേർക്കാതെ ഞാൻ ഇട്ടേക്കുന്ന അച്ചാർ. വിനാഗിരി ചേർക്കുന്നവർക്ക് ചേർക്കാം, പക്ഷെ ഞാൻ ചേർക്കുന്നില്ല. ഇതിന് വെളുത്തുള്ളിയൊക്കെ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കോരി വേണ്ട ഗ്ലാസിന്റെ ഭരണിയിലാണ് ഞാൻ കോരി വെക്കുന്നത്. ഇത് കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഈ ഭരണിയിലാണ് വെക്കുന്നത്. വലിയ ഭരണിയിൽ വെക്കണേ കൂടുതൽ അച്ചാർ ഇല്ലാത്തതുകൊണ്ടാണ് ഇതിൽ വെക്കുന്നത്. ഇതൊരു ഗ്ലാസിന്റെ ഭരണിയിൽ അച്ചാറുകൾ സൂക്ഷിക്കുന്നത് നല്ലതാണ് എപ്പോഴും, പ്ലാസ്റ്റിക്കിൻ്റെ. അത് ഞാൻ ഭരണിയിലേക്ക് കോരാം. വെള്ളമയ ഒട്ടുമില്ല ഇതിനകത്ത്, വെള്ളമേ ഇല്ല കേട്ടോ. ഇനി നമുക്ക് പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന അച്ചാർ ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. അച്ചാർ ഞാൻ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. ഒരു 15 ദിവസം കഴിയുമ്പം ഇത് നല്ല പെർഫെക്റ്റ് അച്ചാറായിരിക്കും. എന്നിട്ട് കഴിക്കാൻ തുടങ്ങാം. എല്ലാവരും ഇത് വീട്ടിൽ തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.